എല്ലാവർക്കും MCO07 അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്രോച്ചസ് ടു ബഡ്ജറ്റിംഗ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ടോപ്പിക്ക് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ZBB. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻസ് പുതിയ പ്രോഗ്രാംസ് മാത്രം മുന്നോട്ട് കൊണ്ടുവന്നാൽ പോരാ, അതുമായി ബന്ധപ്പെട്ട പുതിയ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് മാത്രം എടുത്താൽ പോരാ, നിലവിലുള്ള പ്രോഗ്രാംസ് അതിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ് അത് നിലവിലെ സാഹചര്യത്തിൽ അപ്രോപ്രിയേറ്റ് ആണോ, ആവശ്യമുള്ളതാണോ എന്നുള്ള കാര്യം അതാത് സമയങ്ങളിൽ ചെക്ക് ചെയ്യുകയോ റിവ്യൂ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു റിവ്യൂ നടത്തേണ്ടത് ഹൈ ഡിസ്ക്രിഷണറി കോസ്റ്റ് ഉള്ള റെസ്പോൺസിബിലിറ്റി സെന്ററിനെ വെച്ചുകൊണ്ടാകണം, അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാകണം, അവരെ വെച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള റിവ്യൂ. നിലവിലുള്ള പ്രോഗ്രാംസിന്റെ അപ്രോപ്രിയേറ്റ്നെസിനെ കുറിച്ച് റിവ്യൂ നടത്തേണ്ടത് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ഡിസ്ക്രിഷണറി കോസ്റ്റ് വെക്കുന്ന റെസ്പോൺസിബിലിറ്റി സെന്ററിനെ വെച്ചുകൊണ്ടാകണം. സീറോ ബേസ്ഡ് ബഡ്ജറ്റിൽ അതിന്റെ ടൈം സജസ്റ്റ് ചെയ്യുന്നത്, ടൈം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അതിന് തുടക്കം മുതലെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ദ റിവ്യൂവർ പ്രൊസീഡ്സ് ഓൺ ദ അസംഷൻ ദാറ്റ് നത്തിങ് ഈസ് ടു ബി അലൗഡ്. അപ്പൊ റിവ്യൂ ചെയ്യുന്ന ആള് അസ്യൂം ചെയ്യുന്നത് നത്തിങ് ഈസ് അലൗഡ്, അതായത് അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും അലൗ ചെയ്യേണ്ടതല്ല, അലൗഡ് അല്ല എന്നൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്, അതായത് ഓരോ കാര്യങ്ങളും പരിശോധിക്കണം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിലാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ റിവ്യൂവർ മുന്നോട്ട് പോകുന്നത്. The manager proposing the activity has therefore to prove that the activity is essential and various amounts asked for are taking into account the volume of activity. ഒരു മാനേജർ ഒരു പുതിയ ആക്ടിവിറ്റി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ മാനേജർ തന്നെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അത് ആ ആക്ടിവിറ്റി സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ആണ്, അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പൈസ അത് വോളിയം ഓഫ് ആക്ടിവിറ്റി വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും റീസണബിൾ ആണ്, ന്യായമായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ആക്ടിവിറ്റി പ്രപ്പോസ് ചെയ്യുന്ന മുന്നോട്ട് വയ്ക്കുന്ന മാനേജറുടെ ഉത്തരവാദിത്തമാണ്. നത്തിങ് ഈസ് അലൗഡ് സിംപിളി ബിക്കോസ് ഇറ്റ് വാസ് ബീങ് ഡൺ ഓർ അലൗഡ് ഇൻ ദ പാസ്റ്റ്. നേരത്തെ കൊടുത്തതാണ്, നേരത്തെ അനുവദിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ കാര്യവും സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ അനുവദിക്കുന്നതല്ല. Thus it means writing on a clean slate. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ക്ലീൻ സ്ലേറ്റിൽ എഴുതുന്നത് പോലെ എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ പരിശോധിച്ചുകൊണ്ടാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് മുന്നോട്ട് പോകുന്നത്. പീറ്റർ എ ഫിഫർ ഡിഫൈൻഡ് ദ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആസ് an operating planning and budgeting process which requires each manager to justify his entire budget request in detail from scratch, hence zero basis. പീറ്റർ എ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓരോ മാനേജറും അത് അവർ ചോദിക്കുന്ന ബഡ്ജറ്റ് റിക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഫ്രം സീറോ, അതായത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് അവരത് ജസ്റ്റിഫൈ ചെയ്യണം. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന എമൗണ്ട് അത് റീസണബിളി ആവശ്യമുള്ളതാണ്, അത് യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം ഓരോ മാനേജറും തുടക്കം മുതലേ അത് ജസ്റ്റിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് പ്ലാനിങ് അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിന് പറയുന്നതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഈച്ച് മാനേജർ സ്റ്റേറ്റ്സ് വൈ ഹി ഷുഡ് സ്പെൻഡ് എനി മണി അറ്റ് ഓൾ. ഓരോ മാനേജറും സ്റ്റേറ്റ് ചെയ്തിരിക്കണം എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് മാനേജർ മണി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ദിസ് അപ്രോച്ച് റിക്വയർസ് ദാറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈഡ് ആസ് ഡിസിഷൻ പാക്കേജസ് which would be evaluated by the systematic analysis ranked in order of importance. അപ്പൊ ഈ അപ്രോച്ച് പ്രകാരം ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ ഡിസിഷൻ പാക്കേജസും എല്ലാ ആക്ടിവിറ്റീസും അത് സിസ്റ്റമാറ്റിക് അനാലിസിസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ ഇമ്പോർട്ടൻസിന്റെ ഓർഡറിൽ റാങ്ക് ചെയ്തിട്ടാണ് അതിനുള്ള എമൗണ്ടുകൾ അനുവദിക്കുന്നത്. Thus, a cost benefit analysis is done in respect of every function or process. ഇപ്പൊ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ ഓരോ ഫംഗ്ഷനെ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനെയും വെച്ചുകൊണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും അത് ജസ്റ്റിഫൈ ചെയ്തിരിക്കണം, അതിന്
അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ അതിൽ വരുന്ന ബഡ്ജറ്റിംഗ് കോസ്റ്റ് അതുകൊണ്ട് ആ സ്ഥാപനത്തിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ദ അസംഷൻ അണ്ടർലൈങ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഈസ് ദാറ്റ് the budget for the previous period was zero. Therefore, whatever costs are likely to be incurred or spending programs are chalked out. Justification or full amount is to be given. സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിന്റെ അസംഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡിലെ ബഡ്ജറ്റ് സീറോ ആണ്. ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചെലവാകുന്ന കോസ്റ്റ് എന്താണ് എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ ഫുൾ എമൗണ്ട് കൊടുക്കത്തുള്ളൂ. Under conventional system of budgeting, however, the justification is to be submitted by the manager only in respect of the increase in demand for the allotment of funds in excess or over the budget for the previous year. സാധാരണ കേസിൽ ബഡ്ജറ്റിംഗിൽ ഒരു മാനേജർ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടി വരുന്നത് കഴിഞ്ഞ പീരീഡിലെ ബഡ്ജറ്റിനേക്കാളും കൂടുതലായിട്ട് ഫണ്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രമേ, കഴിഞ്ഞ ബഡ്ജറ്റ് പ്രീവിയസ് ബഡ്ജറ്റിനേക്കാളും കൂടുതലായിട്ട് ഫണ്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രമേ മാനേജർമാർ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളായിരുന്നു. പക്ഷെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ അത് കഴിഞ്ഞ വർഷം അനുവദിച്ച എമൗണ്ട് ആണെങ്കിൽ പോലും അത് തുടക്കം മുതലേ ഫ്രം സീറോ തൊട്ട് അതിന് ജസ്റ്റിഫിക്കേഷൻ മാനേജർ കൊടുത്തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് ചെലവഴിക്കുന്നത്, അത് യൂസ്ഫുൾ ആണോ, അത് വോളിയം ഓഫ് ആക്ടിവിറ്റിനെ വെച്ചുകൊണ്ട് അത് എഫിഷ്യന്റ് ആണോ, ഫണ്ട് അലോക്കേഷൻ എഫിഷ്യന്റ് ആണോ എന്നുള്ള കാര്യം മാനേജർ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. Thus, instead of functionally oriented spending approach, the program oriented, decision oriented approach is followed under the zero based budgeting. അപ്പോൾ ഫങ്ഷണലി ഓറിയന്റഡ് സ്പെൻഡിങ് അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രോഗ്രാം ഓറിയന്റഡ്, ഡിസിഷൻ ഓറിയന്റഡ് അപ്രോച്ച് ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ ഫോളോ ചെയ്യുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കേണ്ടത് പുതിയ പ്രോഗ്രാംസിനെ കുറിച്ച് മാത്രമല്ല, നിലവിലുള്ള പ്രോഗ്രാംസ് അതാത് സമയങ്ങളിൽ റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെലവ് കൂടുതൽ വഹിക്കുന്ന റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ടാണ് റിവ്യൂ നടത്തേണ്ടത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ടേം സജസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി അത് തുടക്കം മുതലേ ഫ്രം സ്ക്രാച്ച് തൊട്ട് ആരംഭിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നത്തിങ് ഈസ് അലൗഡ്, ഒരു കാര്യവും നേരത്തെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അനുവദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റി മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിന് ജസ്റ്റിഫിക്കേഷൻ, അതിന് എമൗണ്ട് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റീസണബിൾ ആണ് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ മാനേജർമാർ കൊടുക്കേണ്ടി വരും. ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ടും സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ അനുവദിക്കുന്നതല്ല. ഒരു ക്ലീൻ സ്ലേറ്റിൽ എഴുതുന്നത് പോലെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങളിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ ഫണ്ട് അനുവദിക്കത്തുള്ളൂ. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് പ്രോസസ്സാണ്. അതിലൂടെ തുടക്കം മുതൽ സീറോ ബേസിസിൽ ആ എൻറ്റയർ ബഡ്ജറ്റിലെ മാനേജർമാർ അത് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഡിസിഷൻ പാക്ക് അതിൻ്റെ ഓർഡർ അനുസരിച്ച് ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ്, ഓരോ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ പ്രോസസ്സിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് അത് ജസ്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് പ്രകാരം പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് എത്ര എമൗണ്ട് കോസ്റ്റ് അനുവദിക്കുന്നുണ്ടോ അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫുൾ എമൗണ്ട് അനുവദിക്കത്തുള്ളൂ. കൺവെൻഷണൽ ബഡ്ജറ്റിംഗിലാണെങ്കിൽ ബഡ്ജറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം മാനേജർമാർ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ ഫ്രം സ്റ്റാർട്ടിങ് ₹1 തരുന്നത് മുതൽ അതിന് ജസ്റ്റിഫിക്കേഷൻ, ആ തരുന്ന എമൗണ്ട് ആവശ്യമാണ് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ പ്രോഗ്രാം ഓറിയന്റഡ്, ഡിസിഷൻ ഓറിയന്റഡ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന നോർമൽ ബഡ്ജറ്റിംഗിൽ ഉണ്ടാകുന്ന ഫങ്ഷണൽ ഓറിയന്റഡ് അപ്രോച്ച്, സ്പെൻഡിങ് അപ്രോച്ച് അല്ല സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, അഡ്വാൻറ്റേജ് ഓഫ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ദിസ് സിസ്റ്റം ഈസ് ഡിസിഷൻ ഓറിയന്റഡ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഡിസിഷനെ വെച്ചുകൊണ്ടാണ് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നതനുസരിച്ച് അത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയതിനു ശേഷമാണ് എല്ലാ കാര്യങ്ങളും അലോട്ട് ചെയ്യുന്നത്. രണ്ടാമത്, the technique is relatively elastic because budget are prepared every year as zero base.
കുറച്ചും കൂടെ വേരിയബിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്. കാരണം ഓരോ വർഷവും സീറോ ബേസിൽ നിന്ന് ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ് റിലേറ്റീവ്ലി എലാസ്റ്റിക് ആണെന്ന് പറയുന്നത്. സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച്, ഓരോ വർഷവും മാറുന്നതനുസരിച്ച് ബഡ്ജറ്റിലും വ്യത്യാസം, സീറോ ബഡ്ജറ്റിംഗ് ടെക്നിക്കിൽ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. മൂന്നാമത് പറയുന്നുണ്ട്, ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റേജ്, eliminates inefficiency and reduces the overall cost of production because every budget proposal is on the basis of the cost benefit ratio after careful evaluation of different alternatives and the one which is best is approved. സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിലൂടെ വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിക്കും, ഇൻഎഫിഷ്യൻസി ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഓരോ ബഡ്ജറ്റ് പ്രൊപ്പോസലും അത് കോസ്റ്റ് ബെനിഫിറ്റ് വെച്ചുകൊണ്ട് കെയർഫുൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആണ് അപ്രൂവ് ചെയ്യുന്നത്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൽ അപ്രൂവ് ചെയ്യുന്നത്. അപ്പം മൂന്നാമത് പറയുന്നുണ്ട്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിലൂടെ വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിക്കും, ഇൻഎഫിഷ്യൻസി ഒഴിവാക്കാൻ സാധിക്കും, ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. നാലാമത് പറയുന്നുണ്ട്, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എ ഗ്രേറ്റർ പോസിബിലിറ്റി ഓഫ് കോൾ കൺഗ്രുവൻസ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിലൂടെ നമ്മുടെ നമുക്ക് ഗോളിൽ എത്തിച്ചേരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അഞ്ചാമത് പറയുന്നുണ്ട്, ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഇൻഫ്ലേഷണറി ട്രെൻഡ്സ്, കോമ്പറ്റീറ്റർ ഗെയിംസ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൽ ഇൻഫ്ലേഷണറി ട്രെൻഡുകൾ, പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട ആ ട്രെൻഡുകൾ, കോമ്പറ്റീറ്റർ ഗെയിംസ്, കൺസ്യൂമർ ബിഹേവിയർ മുതലായവ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആറാമത്, ഇറ്റ് വാസ്റ്റ്ലി ഇംപ്രൂവ്സ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ വ്യൂ ഓഫ് ദ റെവല്യൂഷണറി അപ്രോച്ച്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിലൂടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇംപ്രൂവ് ആവുകയും മാനേജ്മെന്റ് ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ 6 അഡ്വാൻറ്റേജസ് ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിസിഷൻ ഓറിയന്റഡ് ആണ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്, it can reduce wastage, eliminates inefficiency and reduces the overall cost. It provides greater possibility of goal congruence. It takes into consideration the inflationary trends, competitor gains, consumer behavior. It vastly improves the financial planning and management information system. അടുത്തത്, disadvantages of zero based budgeting. It is possible to quantify and evaluate the budget proposal involving financial matters, but computation of cost benefit analysis is not possible in respect of the non-financial matters. ഇപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സിന്റെ കേസിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ, ബഡ്ജറ്റ് പ്രൊപ്പോസലിൽ ഇവാലുവേറ്റ് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ നോൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണെങ്കിൽ അവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് പോസിബിൾ അല്ല, എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, the cost of administration of zero based budgeting is high. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നടത്തിക്കൊണ്ട് പോകാനുള്ള അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, പ്രവർത്തന ചെലവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മൂന്നാമത്, ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു സെർച്ച് ഔട്ട് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദ സെയിം ആക്ടിവിറ്റി. ഒരേ ആക്ടിവിറ്റിക്ക് പല ഓൾട്ടർനേറ്റീവ്സ്, പല വഴികൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നാലാമത്, സം ഡിസിഷൻ പാക്കേജസ് ആർ ഇന്റർ റിലേറ്റഡ് വിച്ച് മേ ബി ഡിഫിക്കൽട്ട് ടു റാങ്ക്. ചില ഡിസിഷൻസ് പാക്കേജസ് അത് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്കതിനെ റാങ്ക് ചെയ്യാൻ, ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് റാങ്ക് ചെയ്യാൻ പറ്റത്തില്ല. ആറാമത്, റാങ്കിങ് ദ ഡിസിഷൻ ഈസ് എ സയന്റിഫിക് ടെക്നിക്. എവറി മാനേജർ കനോട്ട് ബി എക്സ്പെക്റ്റഡ് ടു ഹാവ് ദ നെസസറി ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇൻ ദിസ് മാറ്റർ. അപ്പോൾ ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് ഡിസിഷൻസ് റാങ്ക് ചെയ്യുക എന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കാണ്. റാങ്കിങ് ഡിസിഷൻ എന്ന് പറയുന്നത് സയന്റിഫിക് ടെക്നിക്കാണ്. ഓരോ മാനേജർക്കും അങ്ങനെ സയന്റിഫിക് ടെക്നിക്ക് ഉപയോഗിക്കാനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആ കാര്യത്തിൽ കുറവായിരിക്കും, ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ആറാമത് പറയുന്നുണ്ട്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് dismisses that the past is irrelevant and thereby challenges and fundamental theory of continuity. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഇപ്പം മുന്നോട്ട് വയ്ക്കുന്നത് പാസ്റ്റ് ഇറിലവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, പ്രസക്തി ഇല്ലാതെ ആയിട്ടാണ്, പാസ്റ്റിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ തിയറി ഓഫ് കണ്ടിന്യൂറ്റിനെ ചലഞ്ച് ചെയ്യുകയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് നടക്കുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിൽ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റ് ഹാപ്പനിങ്സിനെ വെച്ചുകൊണ്ടാണ് ഫോർകാസ്റ്റിംഗ് ബഡ്ജറ്റിംഗിൽ നടക്കുന്നത്. അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ
ഫണ്ടമെന്റൽ തിയറി ഓഫ് കണ്ടിന്യൂറ്റിനെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാസ്റ്റ് ഈസ് ഇറലവൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് മുന്നോട്ട് പോകുന്നത്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അത് തീരുമാനമെടുക്കേണ്ടത് പുതിയ പ്രോഗ്രാംസിനെ കുറിച്ച് മാത്രമല്ല, നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രോഗ്രാംസിന്റെ ആവശ്യകതയെ കുറിച്ച് അതാത് സമയങ്ങളിൽ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിന്റെ അസംഷൻ, അണ്ടർലൈങ് അസംഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ തൊട്ട് മുൻപത്തെ പീരീഡിലെ ബഡ്ജറ്റ് സീറോ ആണ്. അതുകൊണ്ട് തന്നെ whatever costs are likely to be incurred are chalked out and full amount is to be given. അതുകൊണ്ട് നിലവിലുണ്ടായിട്ടുള്ള കഴിഞ്ഞ പീരീഡിൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റുകൾ അത് ചോക്ക് ഔട്ട് ചെയ്യുകയും വേണ്ട കൺസിഡർ ചെയ്യാതിരിക്കുകയും പുതിയതായിട്ട് ഫണ്ട് ബഡ്ജറ്റ് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയും ആ ഫണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വെച്ചുകൊണ്ട് ആവശ്യമുള്ളതാണ് എന്നുള്ള കാര്യം മാനേജർമാർ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ.